ഹായ് ഫ്രണ്ട്സ്, ഓണമായിട്ട് എല്ലാവരും വെജിറ്റബിളൊക്കെ കഴിച്ചും മതിയായിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഒരു നോൺ വെജ് ഐറ്റം നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ്. ഇത് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ 500 ഗ്രാം നെയ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുള്ളില്ലാത്ത മീനായിരിക്കണം. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, ഉപ്പ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 6-7 ചുവന്നുള്ളി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കുക. ഇനി ചെറിയ ഇനം വെളുത്തുള്ളി ഒരു 10-20 എണ്ണം ഇതിലേക്ക് ചേർക്കാം. പിന്നെ 2 കഷ്ണം വലിയ കഷ്ണം ഇഞ്ചിയാണ്, അത് നുറുക്കി ഇതിലേക്ക് ചേർക്കാം. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എരിവിനുള്ള പച്ചമുളകും ഒടിച്ചതിലേക്ക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും വേണം. മല്ലിയില കുറച്ച് കൂടുതൽ വേണം. മല്ലിയിലയുടെ 4/1 ഭാഗം മതി പുതിനയില. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. ഇനി 3/4 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ വലിയ കഷ്ണങ്ങളല്ല, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ ആകണമെന്നില്ല. എന്നിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് മീൻ കഷ്ണങ്ങൾ നിരത്തി വെച്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണയിൽ മുക്കി പൊരിച്ചും വേണമെങ്കിൽ എടുക്കാം. ഇനി ഒരു കുഴിവെള്ള കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചൂടായി കഴിയുമ്പോൾ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് ലോ ഫ്ലെയിമിൽ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മീനെല്ലാം ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫ്രൈ ആയ സവാളയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ. ഇനി ജാറിലുള്ള അരപ്പ് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അഴിപ്പിച്ചതിലേക്ക് ചേർക്കുക. ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് ചേർക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് തക്കാളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. ഇത് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നില്ല. തൈര് ചേർത്താലും മതി കേട്ടോ. അധികം പുളിക്കാത്ത തൈര് വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് നല്ല കുറുകിയ പാകമാകുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് മസാലയൊക്കെ വെന്ത് നല്ല കുറുകിയ പാകമായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മസാല ഒരു ചെറിയ കപ്പിലേക്ക് നമ്മൾ എടുത്തു മാറ്റുക. ബാക്കി ഗ്രേവിയിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ നിരത്തി വെച്ച് കൊടുക്കുക. ഒത്തിരി കൂടുതൽ വെള്ളം പോലെ ആകരുത് കേട്ടോ, നല്ല കുറുകിയ പാകത്തിലായിരിക്കണം. ഇല്ലെങ്കിൽ ഒന്നുകൂടി ചൂടാക്കി ഇത് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർക്കാം. ഞാൻ 1.5 കപ്പ് അരി വേവിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. പകുതി ചോറ് ചേർത്ത് നിരത്തിയതിന് ശേഷം നമ്മൾ മാറ്റിയ മസാല കുറച്ച് ചേർക്കുക. ഇതിലേക്ക് പകുതി ചേർക്കുക. അതിനുശേഷം ബാക്കി ചോറും കൂടി നിരത്തിയിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറിനൊരു ടേസ്റ്റും കൂടി കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് തൂവി കൊടുക്കുക. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുക. ഇനി കുറച്ച് നെയ്യ് കൂടി ചേർക്കാം. ഇതിൻ്റെ പുറത്തേക്ക് വേണേൽ വറുത്ത സവാള, കിസ്മിസ്, കശുവണ്ടിയൊക്കെ വറുത്തതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനത് ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇനി മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചൂടാക്കുക. അതായത് നന്നായിട്ട് ആവി വരുന്ന രീതിയിലാവണം. ഇത് കരിഞ്ഞു പോകുന്ന പേടിയുള്ളവർക്ക് താഴെ ഒരു ദോശക്കല്ലോ ഒരു ദോശ തവയോ വെച്ചിട്ട് ചൂടാക്കിയാലും മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മുകളിലുള്ള ഈ ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവിയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫിഷ് ബിരിയാണിയാണ്. വളരെ ഹെൽത്തിയാണ്. ഫിഷ് ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഫിഷ് ബിരിയാണി റെഡിയായി. താഴെ കരിഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടില്ലേ? കണ്ടാൽ കൊതിയൂറുന്ന ഫിഷ് ബിരിയാണിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കൈകളിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.